നമസ്കാരം. ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. യുകെയിലുടനീളം തണുത്തതും മഞ്ഞുവീഴ്ചയുള്ളതുമായ കാലാവസ്ഥയ്ക്കൊപ്പം അലർട്ടുകളും തുടരുകയാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് റൂറൽ സ്കോട്ട്ലൻഡിലെ മെറ്റോഫീസ് -10 വരെയാണ് താപനില കുറയുമെന്ന് പ്രവചിച്ചത്. ഇന്ന് വൈകുന്നേരം മുതൽ വെയിൽസിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും ചില ഭാഗങ്ങളിൽ മഞ്ഞ് സംബന്ധിച്ച് 2 ആംബർ അലർട്ടുകൾ നിലവിൽ വരും. റോഡുകളിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കാനും കാലതാമസമുണ്ടാകാനും റെയിൽ വിമാന യാത്രകൾ റദ്ദാക്കുവാനും പവർ കട്ടിന് വരെ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളും അറിയിച്ചിട്ടുണ്ട്. ഐസും മഞ്ഞ് സംബന്ധിച്ച പ്രത്യേക യെല്ലോ മുന്നറിയിപ്പ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ ഞായറാഴ്ച രാത്രി വരെ വെയിൽസിലും ഇംഗ്ലണ്ടിലും പ്രാബല്യത്തിൽ വരും. ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ ഞായറാഴ്ച ഉച്ചവരെ മിഡ്ലാൻഡ്സ്, വടക്ക് പടിഞ്ഞാറൻ നഗരങ്ങളായ ലിവർപൂൾ, മാഞ്ചസ്റ്റർ എന്നിവ ഉൾപ്പെടെയുള്ള വെയിൽസിലും മധ്യ ഇംഗ്ലണ്ടിലും ഭൂരിഭാഗവും മഞ്ഞുവീഴ്ചയ്ക്കുള്ള മുന്നറിയിപ്പുമുണ്ടാകും. ശനിയാഴ്ച രാത്രി 9 മണി മുതൽ ഞായറാഴ്ച അർദ്ധരാത്രി വരെ ലീഡ്സ്, ഷെഫീൽഡ്, ലേക്ക് ഡിസ്ട്രിക്ട് എന്നിവയുൾപ്പെടെ വടക്കൻ ഇംഗ്ലണ്ടിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. ആർട്ടിക് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഈ കാലാവസ്ഥാ വ്യതിയാനം അടുത്ത ആഴ്ചയിൽ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ട് പരിശോധന നടത്തി ഡോക്ടറെ കണ്ടു മടങ്ങാം. ഇംഗ്ലണ്ടിലെ ദശലക്ഷക്കണക്കിന് രോഗികളുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സമൂലമായ NHS മാറ്റങ്ങൾ അടുത്ത ആഴ്ച പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ഒരൊറ്റ ദിവസം കൊണ്ട് കൂടുതൽ ആളുകൾക്ക് ചികിത്സ ആരംഭിക്കുന്നതിനോ വേഗത്തിൽ ചികിത്സ നൽകുന്നതിനോ സാധിക്കുന്ന പദ്ധതിയാകും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുക. പുതിയ പദ്ധതി പ്രകാരം ഒരു കൺസൾട്ടൻറ്റിനെ ആദ്യം കാണാതെ തന്നെ വിവിധ പരിശോധനകൾക്കും സ്കാനിങ്ങുകൾക്കുമായി രോഗികൾക്ക് നേരിട്ട് അനുമതി ലഭിക്കും. രോഗികൾക്ക് അതേ ദിവസം തന്നെ ഫോളോ അപ്പ് കൺസൾട്ടേഷനുകളോടെ NHS സേവനവും വാഗ്ദാനം ചെയ്യും. ഇടുപ്പ്, കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലുള്ള പതിവ് പരിചരണം ആവശ്യമായ ചികിത്സകൾക്ക് ശൈത്യകാലത്തെ ബുദ്ധിമുട്ടുകളിൽ നിന്നും പദ്ധതി സംരക്ഷണവും നൽകും. ക്രിമിനൽ സംഘങ്ങളെ ലേബർ സർക്കാർ കൈകാര്യം ചെയ്യുന്നതിനെ പരാമർശിച്ചുള്ള എലോൺ മസ്കിന്റെ വിമർശനം തെറ്റിദ്ധരിക്കപ്പെട്ടതും തെറ്റായ വിവരങ്ങളുള്ളതുമാണെന്ന് പ്രതികരിച്ച് ആരോഗ്യ സെക്രട്ടറി വെസ് ട്രീറ്റിംഗ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ എക്സിൽ കുറിച്ചതിന് വെസ് മസ്കിനെ രൂക്ഷമായി വിമർശിച്ചു. പെൺകുട്ടികളെ ആസൂത്രിതമായി ബലാത്സംഗം ചെയ്യുന്ന സംഘങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ സർക്കാർ സ്റ്റാമർ പരാജയപ്പെട്ടെന്നും മന്ത്രി ജെസ് ഫിലിപ്പിനെ ജയിലിലടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് മസ്ക് തന്റെ സോഷ്യൽ മീഡിയ സൈറ്റായ എക്സിൽ നിരവധി സന്ദേശങ്ങൾ പിൻ ചെയ്തിരുന്നു. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന വിഷയം സർക്കാർ ഗൗരവമായി കാണുന്നുവെന്നും ലേബർ സർക്കാർ കടുത്ത നടപടികളാണ് എടുത്തതെന്നും ട്രീറ്റിംഗ് പറഞ്ഞു. യുകെയെ റിഫോൺ ചെയ്യാൻ വരുന്ന എലോൺ മസ്കിനെ ഒരു ഹീറോ എന്ന് വാഴ്ത്തി നിഗൽ ഫെരേജ് MP. എന്നാൽ 18 മാസമായി കോടതി ലക്ഷ്യത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ടോമി റോബിൻസിനെ പിന്തുണച്ച മസ്കിന്റെ നിലപാടിനോട് യോജിക്കാതെ നിഗൽ ഫെരേജ് ഒഴിഞ്ഞുമാറി. മസ്ക് ജയിൽ വിമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ട വലതുപക്ഷ നേതാവ് ടോമി റോബിൻസിനെ ഫെരേജ് തള്ളിപ്പറയുകയും ചെയ്തു. UK പരിഷ്കരിക്കുന്നതിന് എലോൺ മസ്ക് $100 മില്യൺ സംഭാവന ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടിനെ പറ്റി നിഗൽ ഫെരേജ് പ്രതികരിച്ചത്, ഇത് വസ്തുതയാണെന്നാൽ ഈ കണക്ക് പെരുപ്പിച്ചു കാട്ടിയതെന്നാണ്. ചൈനയിലേക്ക് വ്യാപിച്ച HMPV വൈറസ് ഏഷ്യയിലേക്ക് പടരുകയാണ്. ഹോങ്കോങ്, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ് നിലവിൽ വൈറസ് വ്യാപിച്ചിരിക്കുന്നത്. വടക്കൻ ചൈനയിലാണ് HMPV കൂടുതലായി ബാധിക്കപ്പെട്ടതെന്ന് ചൈനീസ് ആരോഗ്യ വകുപ്പും പ്രതികരിച്ചു. എല്ലാ പ്രായക്കാരിലും രോഗം പിടിപെടുന്നുണ്ടെന്നും എന്നാൽ കുട്ടികളിലാണ് കൂടുതലുള്ളതെന്നും ചൈനീസ് രോഗനിയന്ത്രണ പ്രതിരോധ കേന്ദ്രം പറഞ്ഞു. കൈകൾ കഴുകാനും മാസ്ക് ധരിക്കാനും മറ്റ് മുൻകരുതലുകൾ സ്വീകരിക്കാനുമാണ് വൈറസ് ബാധയിൽ നിന്നും വിട്ടുനിൽക്കാൻ പൊതുജനങ്ങൾക്ക് ചൈന നൽകുന്ന നിർദ്ദേശം. US ഹൗസ് സ്പീക്കറായി മൈക്ക് ജോൺസൺ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. വെള്ളിയാഴ്ച നടന്ന ആദ്യ വോട്ടെടുപ്പിൽ തന്നെ മൈക്ക് ജോൺസൺ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. GOP പക്ഷത്തിന്റെ കടുത്ത എതിർപ്പിൽ മറികടന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയോടെയാണ് മൈക്ക് ജോൺസന്റെ ഈ വിജയം. പുതിയ കോൺഗ്രസിന്റെ ആദ്യ ദിവസം സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിരിമുറുക്കമുണ്ടായിരുന്നു. ഡെമോക്രാറ്റിന്റെ 215 സീറ്റുകൾക്കെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഹൗസിൽ 219 സീറ്റുകളുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പേ തന്നെ ഡൊണാൾഡ് ട്രംപിന് കോടതി പണി കൊടുക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് US. ട്രംപിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 20 നടക്കാനിരിക്കെ അദ്ദേഹം കുറ്റാരോപിതനായ ഹഷ് മണി കേസിൽ വിധി പറയാനുള്ള തീയതിയെ ജഡ്ജി ജനുവരി 10 നിശ്ചയിച്ചു. നിയുക്ത പ്രസിഡന്റിന് ജയിൽ ശിക്ഷ നൽകില്ല എന്നാണ് അഭ്യർത്ഥന കേട്ട ജഡ്ജി നേരത്തെ വാഗ്ദാനം ചെയ്തത്. നവംബറിൽ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ കേസ് തള്ളിക്കളയണം എന്നാവശ്യപ്പെട്ട് ട്രംപിന്റെ അഭിഭാഷകർ കോടതിയെ സമീപിച്ചെങ്കിലും ന്യൂയോർക്കിലെ ട്രംപിന്റെ വിചാരണയ്ക്ക് അധ്യക്ഷത വഹിച്ച ജഡ്ജി ജുവാൻ മെർച്ചന്റ് ആവശ്യം തള്ളി. ശിക്ഷ വിധിക്കാനായി ട്രംപ് നേരിട്ടല്ലെങ്കിൽ വെർച്വലായി കോടതിയിൽ ഹാജരാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. US പ്രഥമ വനിത ജിൽ ബൈഡന് 2023 ലഭിച്ചതിൽ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം നൽകിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 17.15 ലക്ഷം രൂപ വിലയുള്ള 7.5 കാരറ്റ് വജ്രമാണ് മോദി നൽകിയത്. നിലവിൽ വൈറ്റ് ഹൗസിലെ ഈസ്റ്റ് വിംഗിൽ സൂക്ഷിച്ചുള്ള വജ്രം എന്ത് ചെയ്യണമെന്ന ചോദ്യത്തോട് പ്രഥമ വനിതയുടെ ഓഫീസ് പ്രതികരിച്ചിട്ടില്ല. US ജനപ്രതിനിധി സഭയിൽ അംഗങ്ങളായി അമേരിക്കയിലെ 6 ഇന്ത്യക്കാർ സത്യപ്രതിജ്ഞ ചെയ്തത് ഇന്ത്യൻ സമൂഹത്തിന് നാഴികക്കല്ലായി. 6 ഇന്ത്യൻ അമേരിക്കക്കാരും ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുള്ളവരാണ്. വിർജീനിയയിലെ 10ാമത് കോൺഗ്രസ് ഡിസ്ട്രിക്റ്റിനെ പ്രതിനിധീകരിക്കുന്ന സുഹാഷ് സുബ്രഹ്മണ്യൻ ജനപ്രതിനിധി സഭയിൽ അംഗമാകുന്ന പുതുമുഖ ഇന്ത്യൻ അമേരിക്കനാണ്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം £1 $106.56 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 85.78 രൂപ. ഒരു യൂറോ
88.42 രൂപ. ഒരു പൗണ്ട് 1.24 US$. ടോപ് 10 ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.